Sorry for that. That's fine. നമ്മുടെ കയ്യിൽ ഡിജിടെക്കിന്റെ DWM-101 എന്നുള്ള വയർലെസ് മൈക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ബോക്സിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു വലിയ കുഴപ്പമില്ലാത്ത മീഡിയം ഹാർഡ്നെസ് ഉള്ള ഒരു കേസ് വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് വയർലെസ് മൈക്ക് വരുന്നത്. ഇതിൽ 2 ട്രാൻസ്മിറ്ററും ഒരു റിസീവറാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ 2 വിൻമഫ് കിട്ടുന്നുണ്ട്. 2 റിസീവറിന് യൂസ് ചെയ്യാനുള്ള 2 വിൻമഫ് കിട്ടുന്നുണ്ട്. പിന്നെ ഫോണായിട്ട് കണക്ട് ചെയ്യാനുള്ള 3mm ജാക്ക് വരുന്നുണ്ട്. പിന്നെ ക്യാമറയായിട്ട് കണക്ട് ചെയ്യാൻ ജാക്ക് വരുന്നുണ്ട്. ലൈറ്റ്നിങ് ടു ടൈപ്പ് സി. ഐഫോണിലാണ് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അതായത് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, അപ്പം കണക്ട് ചെയ്യാനുള്ള കേബിളാണിത്. പിന്നെ ടൈപ്പ് സി ടു ടൈപ്പ് സി. എല്ലാ ആൻഡ്രോയിഡ് ഡിവൈസിലും 3mm ഇൻപുട്ട് വരുന്നില്ല, അപ്പം നമുക്ക് ടൈപ്പ് സി വെച്ചിട്ട് യൂസ് ചെയ്യാം. പിന്നെ 2 ഹെഡ്സെറ്റ് കിട്ടുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ലൈവ് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓഡിയോ ക്വാളിറ്റി എങ്ങനെയാണ്, കുറവാണോ, ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ വിൻഡിൻ്റെ നോയ്സ് അധികം വരുന്നുണ്ടോ ഒക്കെ നമുക്ക് ലൈവായിട്ട് ട്രാൻസ്മിറ്ററിലാക്കി നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ഹെഡ്സെറ്റ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു വാറണ്ടി കാർഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലും വരുന്നുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഈ ബോക്സിൽ വരുന്നത്. മൈക്ക് ഇതാ നമ്മളെ കോളറിൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട്. റിസീവർ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. വിൻമഫ് ഇട്ടതിന് ശേഷമുള്ള ഇതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കുക. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഒരു എക്കോ മോഡാണ്. അത് ഇതിൻ്റെ എക്കോൻ്റെ സ്വിച്ച് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്കോൻ്റെ അവിടെ ഗ്രീൻ കളർ കത്തും. അപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര എക്കോയിലായിരിക്കും. പാട്ടൊക്കെ പാടുന്ന ആൾക്കാർക്ക് ഭയങ്കര ഉപകാരമായിരിക്കും. അതിനെന്തായിരുന്നു പറയുക, പാട്ട് പാടുന്ന പരിപാടിക്ക് എന്തായിരുന്നു പറയുക, കരോക്കെ ഗാനമേളയ്ക്കൊക്കെ നമ്മൾ പാട്ട് കേൾക്കുന്നത് ഇങ്ങനെയായിരിക്കും. പിന്നെ അതൊന്നുകൂടി ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്കോ മോഡ് പോയിട്ടുണ്ട്. സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈക്കിൻ്റെ അവിടെ ബ്ലൂ കളർ കത്തും. നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് നോയിസ് ക്യാൻസലേഷൻ മോഡിലാണ്. അപ്പം ഒരു ചെറിയൊരു ശതമാനമെങ്കിലും നോയിസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാ സ്റ്റോക്ക് ആയിട്ടുള്ള വോയിസ് ആയിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട്ഡോറിലേക്ക് വന്നിരിക്കുകയാണ്. അത് എക്കോ മോഡൊന്നുമില്ല, നോയിസ് ക്യാൻസലേഷൻ മോഡില്ല, നോർമലായിട്ടുള്ള സൗണ്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ മോഡ് ഓണാക്കി നോക്കാം. 3, 2, 1. ഓക്കെ, അപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നോയിസ് ക്യാൻസലേഷൻ മോഡിലാണ്. അപ്പം കമ്പനി പറയുന്നത് ഇതിന് 30 മീറ്റർ വരെ റേഞ്ച് കിട്ടുന്നതാണ്. അപ്പം ഞാൻ സാധാ മോഡിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, ഇപ്പം ഇത് നോർമൽ മോഡിലാണ്. അപ്പോൾ ഇതാണ് ഡിജിടെക്കിൻ്റെ DWM-101 എന്നുള്ള. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു, റെക്കോർഡ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിജിടെക്കിൻ്റെ DWM-101 എന്നുള്ള മോഡൽ. ഓഡിയോ ക്ലാരിറ്റിയും റിവ്യൂസും അൺബോക്സിങ്ങും ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കമൻറ്റിൽ വന്ന അഭിപ്രായം പറയേണ്ടതാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ചെയ്യേണ്ടതെന്നുള്ളത്. സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം താഴെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട്. എൻ്റെയും എൻ്റെ സുഹൃത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. നമ്മൾ വഴി കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.